നമ്മൾ തുണി മടക്കേണ്ടത് സാധാരണ മടക്കുന്ന തൊട്ട് ഇവിടെ ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കുക. 4ആയിട്ട് തുണി മടക്കുക. ഇവിടെയും ഫോൾഡുണ്ട്, ഇവിടെയും ഫോൾഡുണ്ട്. എന്നിട്ട് നമ്മളിവിടെ നിങ്ങോട്ട് ലെങ്ത് മാർക്ക് ചെയ്യുക. ഞാൻ ഫുൾ ലെങ്ത് ഒരു 22 എടുക്കുന്നുണ്ട്. 22 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യുക. അത് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. എത്ര നമ്മുടെ ലെങ്ത് വേണ്ടത് അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. കറക്റ്റ് 22 കൊണ്ട് അവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഈ പോയിൻറ്റിന് ഇങ്ങനെ 22 മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഓരോ പോയിൻറ്റിലും ഇങ്ങനെ റൗണ്ടിൽ 22 മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളതങ്ങ് സർക്കിൾ അങ്ങ് വരയ്ക്കുക. ഈ പോയിൻ്റ് എല്ലാം അങ്ങ് ജോയിൻ ചെയ്യുക. എല്ലാ വശവും 22 ഇഞ്ചാണ്. ഇനി നമുക്ക് നെക്ക് ചെയ്യാം. നെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെക്ക് വിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇറക്കം അതുപോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ ബോക്സ് അങ്ങ് വരയ്ക്കുക. 3ൻ്റെ സ്ക്വയർ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് അതങ്ങ് ഷേപ്പ് ചെയ്യുക. സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഷേപ്പ് സ്കെയിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്തു. ഇനി താഴത്തെ സർക്കിൾ നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മളുടെ നെക്ക്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടി ഒരു തുണി എടുക്കുക. സാധാരണ ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു തുണി എടുത്തു. എന്നിട്ട് നെക്ക് ഇതിലോട്ട് വെക്കുക. നെക്ക് നമ്മൾ ആ തുണിയിലോട്ട് വെച്ചൊന്ന് പിൻ ചെയ്തിട്ട് ആ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരയ്ക്കുക. നെക്ക് വരച്ച് നമ്മൾ എന്നിട്ട് ഈ തുണി എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ നെക്ക് ഇങ്ങനെ കിട്ടും. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റി ഇതേ ഷേപ്പിൽ തന്നെ റൗണ്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മളിതങ്ങ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അകത്തേന്ന് നമ്മൾ കട്ട് ചെയ്യണം. നമ്മളിത് കട്ട് ചെയ്തിട്ട് ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്ത് ഇതിൻ്റെ നല്ല വശം നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ കറക്റ്റ് നെറ്റി വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്യുക. പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1/4 ഇഞ്ച് എടുത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് സ്റ്റിച്ച് പോകാണ്ട് നെക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ തിരിച്ചിടുമ്പോൾ ചുളിവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഈ വശം ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതങ്ങ് ചീത്ത വശത്തേക്ക് കൊണ്ടുപോവുക. ചീത്ത വശത്തേക്ക് അങ്ങ് മടക്കുക.
മടക്കിയിട്ട് അരികിൽ കൂടി ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മാറി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 2 സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്ത് മടക്കിയടിക്കാം. താഴത്ത് ചെറുതായിട്ട് മടക്കി ഒന്നുകൂടെ മടക്കി 2 മടക്ക് ചെറുതായിട്ട് 2 മടക്കിൽ ഇങ്ങനെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ താഴത്ത് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടി തുണി ഇങ്ങനെ എടുത്ത് അതൊന്നുകൂടെ ഒന്ന് മടക്കുക. ഇങ്ങനെ മടക്കുക. നമ്മൾ തുണി ഇങ്ങനെ ഇട്ടിട്ട് അതിൽ നെക്കാണ്, ഇത് ഷോൾഡർ. അപ്പം നമ്മൾ നെക്കിൽ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഹാഫ് ഷോൾഡർ + 1 ഇഞ്ച്, അതായത് 8 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് താഴത്തേക്ക് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് വരെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇവിടെ അറ്റം വരെ കൊണ്ടുവേണ്ട 2 ഇഞ്ച് മുകളിൽ കൊണ്ട് നിർത്തുക. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഇപ്പുറത്തെ സൈഡ് അതുവരെ കൂട്ട് തന്നെ മാർക്ക് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിൽ ഇതേ കൂട്ട് തന്നെ വരയ്ക്കണം. ഫോൾഡ് ചെയ്യുന്ന ഇവിടെ നിന്നിങ്ങോട്ട് ജസ്റ്റ് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് മേലെ നിന്ന് താഴത്തേക്ക് ഹാഫ് ഷോൾഡർ + 1 ഇഞ്ച്. എന്നിട്ട് താഴത്തേക്ക് ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്നൊരു 2 ഇഞ്ച് വരെ, താഴെ വരെ പോകണ്ട, 2 ഇഞ്ചിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തുക. ഇവിടെ നിന്ന് നമ്മളത് എന്നിട്ട് നിവർത്തി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ വശത്തും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യുക.